ഹായ് ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് മുട്ടയുടെ മഞ്ഞ കൊണ്ട് നല്ല അടിപൊളി ഒരു തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടിവിടെ ഞാൻ കുറച്ച് മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട കൊണ്ട് ഞാനൊരു തീയലുണ്ടാക്കി, മുട്ടയുടെ വെള്ളം മാത്രമാണ്, അതുകൊണ്ടാണ് ഈ മഞ്ഞ ഇത്രയും ബാലൻസ് വന്നത്. അപ്പോൾ അത് വെറുതെ കളയരുതല്ലോ, അത് തോരനാക്കി എടുത്തതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നല്ല വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കുക. വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് 1 തണ്ടോ 2 തണ്ടോ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നല്ല പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. ചെറുതാണെങ്കിൽ 2 എടുക്കുക. അപ്പോൾ ഞാനിവിടെ 7 മുട്ടയുടെ മഞ്ഞ എടുത്തേക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ 2-3 പച്ചമുളകും എല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴന്ന് ഇങ്ങനെ കുഴഞ്ഞു പോകരുത് സവാള, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. ഒന്ന് ചെറുതായിട്ട് നമുക്ക് ചവയ്ക്കാൻ കിട്ടണം സവാള, ആ രീതിക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം. നല്ലപോലെ ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ചെറിയ സ്പൂണാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ 1/2 എന്ന് പറഞ്ഞത്. വലിയ സ്പൂണൊക്കെ ആണെങ്കിൽ അത്രയും ഇടരുത്. എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചല്ലേ നമുക്ക് ചേരുവകൾ ചേർക്കാൻ പറ്റത്തുള്ളൂ. ഒരു 3/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, ഗരം മസാല ആവശ്യത്തിനുള്ളത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് ഗരം മസാല. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് തട്ടിക്കൂട്ടി ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് അടച്ച് ആവി കയറ്റി എടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കൈപ്പിടി തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ തേങ്ങയുടെ ഈ ജലാംശം എല്ലാം ഒന്ന് മാറി കിട്ടണം നമുക്ക്. അത് ആദ്യം ഒന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കാം. മുളക് പൊടിയും കുരുമുളകിൻ്റെ ഈ പൊടിയുടെ എല്ലാം ടേസ്റ്റ് ഇതിൽ കിട്ടത്തക്ക രീതിയിലൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റോളം ഒന്ന് അടച്ച് വയ്ക്കുക. അതിന് ശേഷം വീണ്ടും ഒന്ന് തുറന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് ചെക്ക് ചെയ്തതുപോലെ ഒന്ന് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് കീറി രണ്ട് പീസ് കൂടെ ആക്കണമെങ്കിൽ ആക്കിയിടാം കേട്ടോ. ഞാൻ ഇങ്ങനെ അങ്ങ് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. ചിലതൊക്കെ ഞാൻ രണ്ടായിട്ടൊന്ന് വളർത്തി കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഇതുപോലെ ആ സ്റ്റിക്ക് കൊണ്ട് തന്നെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു 2-3 മിനിറ്റ് ഇതൊന്ന് ആവി കയറ്റി എടുക്കണം. ഇപ്പോൾ നല്ലപോലെ അതിൽ ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സവാളയും തേങ്ങാപ്പീരയും മുട്ടയും എല്ലാം കൂടെ, മുട്ടയുടെ മഞ്ഞയൊക്കെ കൂടെ നല്ലപോലെ വെന്ത് ഈ ഉപ്പ് ഇതിലൊക്കെ ഒന്ന് പിടിച്ചൊന്ന് ബാലൻസായി കിട്ടണം. അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. രസമോ അല്ലെങ്കിൽ ഒരു മോര് കാച്ചിയതോ അല്ലെങ്കിൽ പരിപ്പ് ഒഴിക്കാൻ ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ കൂടെ മക്കൾക്ക് നല്ല വലിയവർക്ക് ഇഷ്ടപ്പെടും. ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത്. നമ്മൾ സത്യം പറഞ്ഞാൽ വയറ് നിറയുന്ന അറിയാതെ ചോറ് കഴിക്കും, അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും മറന്നു പോകല്ലേ. ബൈ.